എജ്യൂകസ്റ്റ് അക്കാദമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള PSCയുടെ പരീക്ഷകളിൽ പ്രതീക്ഷിക്കാവുന്ന പ്രധാനപ്പെട്ട 100 ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ. ചോദ്യങ്ങളിലേക്ക് കടക്കാം. സ്വരാജിൻ്റെ ശവപ്പെട്ടിയിൽ തറയ്ക്കപ്പെട്ട മറ്റൊരു ആണി എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ഏത് കലാപത്തെയാണ്? സ്വരാജിൻ്റെ ശവപ്പെട്ടിയിൽ തറയ്ക്കപ്പെട്ട മറ്റൊരു ആണി എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ഏത് കലാപത്തെയാണ്? നാവിക കലാപം. നാവിക കലാപത്തെയാണ് ഗാന്ധിജി സ്വരാജിൻ്റെ ശവപ്പെട്ടിയിൽ തറയ്ക്കപ്പെട്ട മറ്റൊരു ആണി എന്ന് വിശേഷിപ്പിച്ചത്. സുകുമാർ അഴീക്കോടിൻ്റെ തത്വമസിയിൽ പരാമർശിക്കപ്പെടുന്ന നവോത്ഥാന നായകൻ. സുകുമാർ അഴീക്കോടിൻ്റെ തത്വമസിയിൽ പരാമർശിക്കപ്പെടുന്ന നവോത്ഥാന നായകൻ വാഗ്ഭടാനന്ദൻ. വാഗ്ഭടാനന്ദനാണ് സുകുമാർ അഴീക്കോടിൻ്റെ തത്വമസിയിൽ പരാമർശിക്കപ്പെടുന്ന നവോത്ഥാന നായകൻ. ഇലക്ട്രിസിറ്റി എന്ന വാക്കിൻ്റെ ഉപജ്ഞാതാവ്. ഇലക്ട്രിസിറ്റി എന്ന വാക്കിൻ്റെ ഉപജ്ഞാതാവ് വില്യം ഗിൽബർട്ട്. വില്യം ഗിൽബർട്ടാണ് ഇലക്ട്രിസിറ്റി എന്ന വാക്കിൻ്റെ ഉപജ്ഞാതാവ്. സാമൂതിരിയുടെ കാലത്ത് കോഴിക്കോട് തുറമുഖത്തെ കയറ്റുമതികളുടെ മേൽനോട്ടം വഹിച്ചിരുന്ന മുസ്ലിം ഉദ്യോഗസ്ഥൻ. സാമൂതിരിയുടെ കാലത്ത് കോഴിക്കോട് തുറമുഖത്തെ കയറ്റിറക്കുമതികളുടെ മേൽനോട്ടം വഹിച്ചിരുന്ന മുസ്ലിം ഉദ്യോഗസ്ഥൻ ഷാബന്തർ കോയ. ഷാബന്തർ കോയയാണ് സാമൂതിരിയുടെ കാലത്ത് കോഴിക്കോട് തുറമുഖത്തെ കയറ്റിറക്കുമതികളുടെ മേൽനോട്ടം വഹിച്ചിരുന്ന മുസ്ലിം ഉദ്യോഗസ്ഥൻ ഷാബന്തർ കോയ. സിനിമയുടെ ലോകം എന്ന കൃതി എഴുതിയത്. സിനിമയുടെ ലോകം എന്ന കൃതി എഴുതിയത് അടൂർ ഗോപാലകൃഷ്ണൻ. അടൂർ ഗോപാലകൃഷ്ണനാണ് സിനിമയുടെ ലോകം എന്ന കൃതി എഴുതിയത്. മിന്നൽ രക്ഷാകവചം കണ്ടുപിടിച്ചത്. മിന്നൽ രക്ഷാകവചം കണ്ടുപിടിച്ചത് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനാണ് മിന്നൽ രക്ഷാകവചം കണ്ടുപിടിച്ചത്. റബ്ബർ പാൽ കട്ടിയാക്കാൻ ഉപയോഗിക്കുന്നത്. റബ്ബർ പാൽ കട്ടിയാക്കാൻ ഉപയോഗിക്കുന്നത് ഫോർമിക് ആസിഡ്. ഫോർമിക് ആസിഡാണ് റബ്ബർ പാൽ കട്ടിയാക്കാൻ ഉപയോഗിക്കുന്നത്. ഭൂമിയിലെ ഏറ്റവും നയനമനോഹരമായ ഉത്സവം എന്ന് യുനെസ്കോ വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? ഭൂമിയിലെ ഏറ്റവും നയനമനോഹരമായ ഉത്സവം എന്ന് യുനെസ്കോ വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? തൃശ്ശൂർ പൂരം. തൃശ്ശൂർ പൂരത്തെയാണ് യുനെസ്കോ ഭൂമിയിലെ ഏറ്റവും നയനമനോഹരമായ ഉത്സവമെന്ന് വിശേഷിപ്പിച്ചത്. വടക്കുകിഴക്കിൻ്റെ കാവൽക്കാർ എന്നറിയപ്പെടുന്ന അർദ്ധസൈനിക വിഭാഗം. വടക്കുകിഴക്കിൻ്റെ കാവൽക്കാർ എന്നറിയപ്പെടുന്ന അർദ്ധസൈനിക വിഭാഗം അസാം റൈഫിൾസ്. അസാം റൈഫിൾസാണ് വടക്കുകിഴക്കിൻ്റെ കാവൽക്കാർ എന്നറിയപ്പെടുന്ന അർദ്ധസൈനിക വിഭാഗം. വിവരാവകാശ നിയമത്തിൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്നത്. വിവരാവകാശ നിയമത്തിൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്നത് ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് 2002. 2002 ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ടാണ് വിവരാവകാശ നിയമത്തിൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്നത്. ആൽപ്സ് പർവ്വതത്തിൻ്റെ വടക്കേ ചെരുവിൽ വീശുന്ന ഉഷ്ണക്കാറ്റ്. ആൽപ്സ് പർവ്വതത്തിൻ്റെ വടക്കേ ചെരുവിൽ വീശുന്ന ഉഷ്ണക്കാറ്റ് ഫൊൻ. ഫൊൻ ഉഷ്ണക്കാറ്റാണ് ആൽപ്സ് പർവ്വതത്തിൻ്റെ വടക്കേ ചെരുവിൽ വീശുന്ന ഉഷ്ണക്കാറ്റ്. ആദ്യമായി ഒളിമ്പിക് നാളം ഏതു വർഷമാണ് തെളിയിച്ചത്? ആദ്യമായി ഒളിമ്പിക് നാളം ഏതു വർഷമാണ് തെളിയിച്ചത്? 1928. 1928 ആംസ്റ്റർഡാമിലായിരുന്നു ആദ്യമായി ഒളിമ്പിക് നാളം തെളിയിച്ചത്. ഇന്ത്യയിൽ എഞ്ചിനീയേഴ്സ് ദിനമായി ആചരിക്കുന്നത്. ഇന്ത്യയിൽ എഞ്ചിനീയേഴ്സ് ദിനമായി ആചരിക്കുന്നത് സെപ്റ്റംബർ 15. സെപ്റ്റംബർ 15-നാണ് ഇന്ത്യയിൽ എഞ്ചിനീയേഴ്സ് ദിനമായി ആചരിക്കുന്നത്. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ പൈലറ്റ് എന്നറിയപ്പെടുന്നത് ആര്? കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ പൈലറ്റ് എന്നറിയപ്പെടുന്നത് മൊയ്യാരത്ത് ശങ്കരൻ. മൊയ്യാരത്ത് ശങ്കരനാണ് കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ പൈലറ്റ് എന്നറിയപ്പെടുന്നത്. JC ഡാനിയൽ പുരസ്കാരം നേടിയ ആദ്യത്തെ വനിത. JC ഡാനിയൽ പുരസ്കാരം നേടിയ ആദ്യ വനിത ആറന്മുള പൊന്നമ്മ. ആറന്മുള പൊന്നമ്മയാണ് JC ഡാനിയൽ പുരസ്കാരം നേടിയ ആദ്യത്തെ വനിത. ലഭ്യമായതിൽ ഏറ്റവും പഴക്കമുള്ള തമിഴ് സാഹിത്യം. ലഭ്യമായതിൽ ഏറ്റവും പഴക്കമുള്ള തമിഴ് സാഹിത്യം സംഘസാഹിത്യം. സംഘസാഹിത്യമാണ് ലഭ്യമായതിൽ ഏറ്റവും പഴക്കമുള്ള തമിഴ് സാഹിത്യം. വനവൽക്കരണത്തിനുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ പുരസ്കാരം. വനവൽക്കരണത്തിനുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ പുരസ്കാരം ഇന്ദിരാ പ്രിയദർശിനി വൃക്ഷമിത്ര. ഇന്ദിരാ പ്രിയദർശിനി വൃക്ഷമിത്ര പുരസ്കാരമാണ് വനവൽക്കരണത്തിനുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ പുരസ്കാരം.
ഭ്രൂണത്തെ ഗർഭാശയത്തിൽ നിലനിർത്താൻ സഹായിക്കുന്ന ഹോർമോൺ. ഭ്രൂണത്തെ ഗർഭാശയത്തിൽ നിലനിർത്താൻ സഹായിക്കുന്ന ഹോർമോൺ പ്രൊജസ്റ്ററോൺ. പ്രൊജസ്റ്ററോൺ ഹോർമോണാണ് ഭ്രൂണത്തെ ഗർഭാശയത്തിൽ നിലനിർത്താൻ സഹായിക്കുന്ന ഹോർമോൺ. കറുത്തവാവ് അഥവാ അമാവാസി ദിവസം നടക്കുന്ന ഗ്രഹണം. കറുത്തവാവ് അഥവാ അമാവാസി ദിവസം നടക്കുന്ന ഗ്രഹണം സൂര്യഗ്രഹണം. സൂര്യഗ്രഹണമാണ് കറുത്തവാവ് അല്ലെങ്കിൽ അമാവാസി ദിവസം നടക്കുന്ന ഗ്രഹണം. ഇന്ത്യയിലെ ആദ്യത്തെ പേവിഷ വിമുക്ത സംസ്ഥാനം. ഇന്ത്യയിലെ ആദ്യത്തെ പേവിഷ വിമുക്ത സംസ്ഥാനം ഗോവ. ഗോവയാണ് ഇന്ത്യയിലെ ആദ്യത്തെ പേവിഷ വിമുക്ത സംസ്ഥാനം. ഏത് ജില്ലയിൽ വച്ചാണ് ചാലിയാർ സമുദ്രത്തിൽ പതിക്കുന്നത്? ഏത് ജില്ലയിൽ വച്ചാണ് ചാലിയാർ സമുദ്രത്തിൽ പതിക്കുന്നത്? കോഴിക്കോട്. കോഴിക്കോട് ജില്ലയിൽ വച്ചാണ് ചാലിയാർ സമുദ്രത്തിൽ പതിക്കുന്നത്. ചാവക്കാട് ഓറഞ്ച്, ചാവക്കാട് ഗ്രീൻ എന്നിവ ഏത് വിളയുടെ ഇനങ്ങളാണ്? ചാവക്കാട് ഓറഞ്ച്, ചാവക്കാട് ഗ്രീൻ എന്നിവ ഏത് വിളയുടെ ഇനങ്ങളാണ്? തെങ്ങ്. തെങ്ങിൻ്റെ വിവിധ ഇനങ്ങളാണ് ചാവക്കാട് ഓറഞ്ച്, ചാവക്കാട് ഗ്രീൻ എന്നിവ. കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി കിരീടം നേടിയ വർഷം. കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി കിരീടം നേടിയ വർഷം 1973. കേരളം ആദ്യമായി 1973 സന്തോഷ് ട്രോഫി കിരീടം നേടിയത്. ട്രാഫിക് സിഗ്നലുകളിൽ സ്ത്രീ ഐക്കണുകൾ സ്ഥാപിച്ച ആദ്യ ഇന്ത്യൻ നഗരം. ട്രാഫിക് സിഗ്നലുകളിൽ സ്ത്രീ ഐക്കണുകൾ സ്ഥാപിച്ച ആദ്യ ഇന്ത്യൻ നഗരം മുംബൈ. മുംബൈയാണ് ട്രാഫിക് സിഗ്നലുകളിൽ സ്ത്രീ ഐക്കണുകൾ സ്ഥാപിച്ച ആദ്യ ഇന്ത്യൻ നഗരം. എന്തിൻ്റെ വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള നിർമ്മാണ പ്രക്രിയയാണ് ബെസിമർ പ്രക്രിയ? എന്തിൻ്റെ വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള നിർമ്മാണ പ്രക്രിയയാണ് ബെസിമർ പ്രക്രിയ? സ്റ്റീൽ. സ്റ്റീലിൻ്റെ വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള നിർമ്മാണ പ്രക്രിയയാണ് ബെസിമർ പ്രക്രിയ. സ്വരാജ് ട്രോഫി നേടിയ ആദ്യ പഞ്ചായത്ത്. സ്വരാജ് ട്രോഫി നേടിയ ആദ്യ പഞ്ചായത്ത് കഞ്ഞിക്കുഴി. കഞ്ഞിക്കുഴി പഞ്ചായത്താണ് സ്വരാജ് ട്രോഫി നേടിയ ആദ്യത്തെ പഞ്ചായത്ത്. കേരളത്തിലെ അവസാനമായി നിലവിൽ വന്ന വന്യജീവി സങ്കേതം. കേരളത്തിൽ അവസാനമായി നിലവിൽ വന്ന വന്യജീവി സങ്കേതം കരിമ്പുഴ. കരിമ്പുഴ വന്യജീവി സങ്കേതമാണ് കേരളത്തിൽ അവസാനമായി നിലവിൽ വന്ന വന്യജീവി സങ്കേതം. റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട പരാതികൾ പരിഹരിക്കുന്നതിനായി സിവിൽ സപ്ലൈസ് വകുപ്പ് ആരംഭിച്ച പദ്ധതി. റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട പരാതികൾ പരിഹരിക്കുന്നതിനായി സിവിൽ സപ്ലൈസ് വകുപ്പ് ആരംഭിച്ച പദ്ധതി തെളിമ. തെളിമ പദ്ധതിയാണ് റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട പരാതികൾ പരിഹരിക്കുന്നതിനായി സിവിൽ സപ്ലൈസ് വകുപ്പ് ആരംഭിച്ച പദ്ധതി. ജ്ഞാനപീഠത്തിനർഹയായ ആദ്യ വനിത. ജ്ഞാനപീഠത്തിനർഹയായ ആദ്യ വനിത ആശാപൂർണാദേവി. ആശാപൂർണാദേവിയാണ് ജ്ഞാനപീഠത്തിനർഹയായ ആദ്യ വനിത. മൈദമാവിൽ അടങ്ങിയിരിക്കുന്ന പ്രോട്ടീൻ. മൈദമാവിൽ അടങ്ങിയിരിക്കുന്ന പ്രോട്ടീൻ ഗ്ലൂട്ടൻ. ഗ്ലൂട്ടനാണ് മൈദമാവിൽ അടങ്ങിയിരിക്കുന്ന പ്രോട്ടീൻ. ആദ്യത്തെ വള്ളത്തോൾ അവാർഡിനർഹനായത്. ആദ്യത്തെ വള്ളത്തോൾ അവാർഡിനർഹനായത് പാലാ നാരായണൻ നായർ. പാലാ നാരായണൻ നായരാണ് ആദ്യത്തെ വള്ളത്തോൾ അവാർഡിനർഹനായത്. മധ്യശിലായുഗം അറിയപ്പെടുന്ന മറ്റൊരു പേര്. മധ്യശിലായുഗം അറിയപ്പെടുന്ന മറ്റൊരു പേര് സൂക്ഷ്മശിലായുഗം. സൂക്ഷ്മശിലായുഗം എന്നാണ് മധ്യശിലായുഗം അറിയപ്പെടുന്ന മറ്റൊരു പേര്. ആമകൾക്കായി പുനരധിവാസ കേന്ദ്രം ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം. ആമകൾക്കായി പുനരധിവാസ കേന്ദ്രം ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ബീഹാർ. ബീഹാറാണ് ആമകൾക്കായി പുനരധിവാസ കേന്ദ്രം ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം. ഏത് മേഖലയിൽ പ്രാഗൽഭ്യം തെളിയിച്ചവർക്കാണ് നൽകി വരുന്ന പുരസ്കാരമാണ് ഇന്ദിര പ്രിയദർശിനി അവാർഡ്. ഏത് മേഖലയിൽ പ്രാഗൽഭ്യം തെളിയിച്ചവർക്ക് നൽകി വരുന്ന പുരസ്കാരമാണ് ഇന്ദിര പ്രിയദർശിനി അവാർഡ്? വനസംരക്ഷണം. വനസംരക്ഷണ മേഖലയിൽ പ്രാഗൽഭ്യം തെളിയിച്ചവർക്ക് നൽകി വരുന്ന പുരസ്കാരമാണ് ഇന്ദിര പ്രിയദർശിനി അവാർഡ്. ഗാലക്സികൾ തമ്മിലുള്ള ദൂരം അളക്കാനുള്ള യൂണിറ്റ്. ഗാലക്സികൾ തമ്മിലുള്ള ദൂരം അളക്കാനുള്ള യൂണിറ്റ് പാർസെക്. പാർസെക്കാണ് ഗാലക്സികൾ തമ്മിലുള്ള ദൂരം അളക്കാനുള്ള യൂണിറ്റ്. ഒരു മാധ്യമത്തിലൂടെ പ്രകാശം കടന്നു പോകുമ്പോൾ അന്തരീക്ഷവായുവിലെ പൊടിപടലങ്ങളിൽ തട്ടിയുണ്ടാകുന്ന ക്രമരഹിതവും ഭാഗികവുമായ പ്രതിഫലനമാണ്. ഒരു മാധ്യമത്തിലൂടെ പ്രകാശം കടന്നു പോകുമ്പോൾ
അന്തരീക്ഷവായുവിലെ പൊടിപടലങ്ങളിൽ തട്ടിയുണ്ടാകുന്ന ക്രമരഹിതവും ഭാഗികവുമായ പ്രതിപ്രവർത്തനമാണ് വിസരണം. ഒരു മാധ്യമത്തിലൂടെ പ്രകാശം കടന്നു പോകുമ്പോൾ അന്തരീക്ഷവായുവിലെ പൊടിപടലങ്ങളിൽ തട്ടിയുണ്ടാകുന്ന ക്രമരഹിതവും ഭാഗികവുമായ പ്രതിഫലനമാണ് വിസരണം. തുരങ്കത്തിൽ സ്ഥാപിച്ച ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷൻ. തുരങ്കത്തിൽ സ്ഥാപിച്ച ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷൻ കീലോങ്. കീലോങ് റെയിൽവേ സ്റ്റേഷനാണ് തുരങ്കത്തിൽ സ്ഥാപിച്ച ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷൻ. കേരളത്തിൽ വിസ്തീർണത്തിൽ 2ാം സ്ഥാനമുള്ള വന്യജീവി സങ്കേതം. കേരളത്തിൽ വിസ്തീർണത്തിൽ 2ാം സ്ഥാനമുള്ള വന്യജീവി സങ്കേതം വയനാട് വന്യജീവി സങ്കേതം. വയനാട് വന്യജീവി സങ്കേതത്തിനാണ് കേരളത്തിൽ വിസ്തീർണത്തിൽ 2ാം സ്ഥാനമുള്ളത്. ഗ്രീൻ നോബൽ പ്രൈസ് എന്നറിയപ്പെടുന്ന പുരസ്കാരം. ഗ്രീൻ നോബൽ പ്രൈസ് എന്നറിയപ്പെടുന്ന പുരസ്കാരം ഗോൾഡ്മാൻ പരിസ്ഥിതി പുരസ്കാരം. ഗോൾഡ്മാൻ പരിസ്ഥിതി പുരസ്കാരമാണ് ഗ്രീൻ നോബൽ പ്രൈസ് എന്നറിയപ്പെടുന്ന പുരസ്കാരം. പരിസ്ഥിതിക്ക് വേണ്ടിയുള്ള നോബൽ സമ്മാനം എന്നറിയപ്പെടുന്നത്. പരിസ്ഥിതിക്ക് വേണ്ടിയുള്ള നോബൽ സമ്മാനം എന്നറിയപ്പെടുന്നത് ടൈലർ പ്രൈസ്. ടൈലർ പ്രൈസ് ആണ് പരിസ്ഥിതിക്ക് വേണ്ടിയുള്ള നോബൽ സമ്മാനം എന്നറിയപ്പെടുന്നത്. ശിലാമണ്ഡലത്തിനു താഴെയായി പദാർത്ഥങ്ങൾ ഉരുകിയ അർദ്ധദ്രവാവസ്ഥയിൽ കാണപ്പെടുന്ന ഭാഗം. ശിലാമണ്ഡലത്തിനു താഴെയായി പദാർത്ഥങ്ങൾ ഉരുകിയ അർദ്ധദ്രവാവസ്ഥയിൽ കാണപ്പെടുന്ന ഭാഗം അസ്തനോസ്ഫിയർ. അസ്തനോസ്ഫിയർ ആണ് ശിലാമണ്ഡലത്തിനു താഴെയായി പദാർത്ഥങ്ങൾ ഉരുകിയ അർദ്ധദ്രവാവസ്ഥയിൽ കാണപ്പെടുന്ന ഭാഗം. അഗ്നിപർവ്വതങ്ങളിലൂടെ എത്തുന്ന ലാവയുടെ സ്രോതസ്. അഗ്നിപർവ്വതങ്ങളിലൂടെ എത്തുന്ന ലാവയുടെ സ്രോതസ് അസ്തനോസ്ഫിയർ. അസ്തനോസ്ഫിയർ ആണ് അഗ്നിപർവ്വതങ്ങളിലൂടെ എത്തുന്ന ലാവയുടെ സ്രോതസ്. സംസ്ഥാന കാര്യനിർവഹണ വിഭാഗത്തിൻ്റെ തലവൻ. സംസ്ഥാന കാര്യനിർവഹണ വിഭാഗത്തിൻ്റെ തലവൻ ഗവർണർ. ഗവർണറാണ് സംസ്ഥാന കാര്യനിർവഹണ വിഭാഗത്തിൻ്റെ തലവൻ. മനുഷ്യൻ കൃത്രിമമായി നിർമ്മിച്ച ആദ്യത്തെ മൂലകം. മനുഷ്യൻ കൃത്രിമമായി നിർമ്മിച്ച ആദ്യത്തെ മൂലകം ടെക്നീഷ്യം. ടെക്നീഷ്യമാണ് മനുഷ്യൻ കൃത്രിമമായി നിർമ്മിച്ച ആദ്യത്തെ മൂലകം. പേശികൾക്ക് നിറം നൽകുന്ന വർണ്ണവസ്തു. പേശികൾക്ക് നിറം നൽകുന്ന വർണ്ണവസ്തു മയോഗ്ലോബിൻ. മയോഗ്ലോബിനാണ് പേശികൾക്ക് നിറം നൽകുന്ന വർണ്ണവസ്തു. സർവോദയ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ്. സർവോദയ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് ജയപ്രകാശ് നാരായൺ. ജയപ്രകാശ് നാരായണാണ് സർവോദയ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ്. മലേറിയ പരാദജീവിയെ കണ്ടെത്തിയത്. മലേറിയ പരാദജീവിയെ കണ്ടെത്തിയത് റൊണാൾഡ് റോസ്. റൊണാൾഡ് റോസാണ് മലേറിയ പരാദജീവിയെ കണ്ടെത്തിയത്. ബാലവേല ഉപയോഗിച്ചിട്ടില്ലാത്ത ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന ഗുണമേന്മാ മുദ്ര. ബാലവേല ഉപയോഗിച്ചിട്ടില്ലാത്ത ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന ഗുണമേന്മാ മുദ്ര റഗ്മാർക്ക്. റഗ്മാർക്ക് മുദ്രയാണ് ബാലവേല ഉപയോഗിച്ചിട്ടില്ലാത്ത ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന ഗുണമേന്മ മുദ്ര. ആര് ആകാശവാണി സന്ദർശിച്ചതിൻ്റെ സ്മരണക്കായാണ് ഇന്ത്യയിൽ നവംബർ 12 പബ്ലിക് സർവീസ് ബ്രോഡ്കാസ്റ്റിംഗ് ദിനമായി ആചരിക്കുന്നത്. ആര് ആകാശവാണി സന്ദർശിച്ചതിൻ്റെ സ്മരണക്കായാണ് ഇന്ത്യയിൽ നവംബർ 12 പബ്ലിക് സർവീസ് ബ്രോഡ്കാസ്റ്റിംഗ് ദിനമായി ആചരിക്കുന്നത്? മഹാത്മാഗാന്ധി. മഹാത്മാഗാന്ധി ആകാശവാണി സന്ദർശിച്ചതിൻ്റെ സ്മരണക്കായിട്ടാണ് ഇന്ത്യയിൽ നവംബർ 12 പബ്ലിക് സർവീസ് ബ്രോഡ്കാസ്റ്റിംഗ് ദിനമായി ആചരിക്കുന്നത്. ന്യൂക്ലിയസിൻ്റെ വലുപ്പം അളക്കുന്ന യൂണിറ്റ്. ന്യൂക്ലിയസിൻ്റെ വലുപ്പം അളക്കുന്ന യൂണിറ്റ് ഫെർമി. ഫെർമിയാണ് ന്യൂക്ലിയസിൻ്റെ വലുപ്പം അളക്കുന്ന യൂണിറ്റ്. തിരുവനന്തപുരത്ത് നിയമപഠനത്തിന് ലോ ക്ലാസ് പഠനത്തിന് സംവിധാനം ഏർപ്പെടുത്തിയ രാജാവ്. തിരുവനന്തപുരത്ത് നിയമപഠനത്തിന് സംവിധാനം ഏർപ്പെടുത്തിയ രാജാവ് ആയില്യം തിരുനാൾ. ആയില്യം തിരുനാളാണ് തിരുവനന്തപുരത്ത് നിയമപഠനത്തിന് സംവിധാനം ഏർപ്പെടുത്തിയ രാജാവ്. ബഹിരാകാശത്ത് നടന്ന ആദ്യത്തെ വ്യക്തി. ബഹിരാകാശത്ത് നടന്ന ആദ്യത്തെ വ്യക്തി അലക്സി ലിയോനോവ്. അലക്സി ലിയോനോവാണ് ബഹിരാകാശത്ത് നടന്ന ആദ്യത്തെ വ്യക്തി. ചന്ദ്രയാൻ 1 പദ്ധതിയുടെ തലവനാരായിരുന്നു? ചന്ദ്രയാൻ 1 പദ്ധതിയുടെ തലവനാരായിരുന്നു? മയിൽസ്വാമി അണ്ണാദുരൈ. മയിൽസ്വാമി അണ്ണാദുരൈ ആയിരുന്നു ചന്ദ്രയാൻ 1 പദ്ധതിയുടെ തലവൻ. 1792 മുതൽ 1800 വരെ മലബാർ ഏത് പ്രസിഡൻസിയുടെ ഭാഗമായിരുന്നു? 1792 മുതൽ 1800 വരെ മലബാർ ഏത് പ്രസിഡൻസിയുടെ ഭാഗമായിരുന്നു? ബോംബെ. 1792 മുതൽ 1800 വരെ മലബാർ
ബോംബെ പ്രസിഡൻസിയുടെ ഭാഗമായിരുന്നു. ഏത് മുഗൾ ചക്രവർത്തിയുടെ കാലത്താണ് പോർച്ചുഗീസുകാർ ഇന്ത്യയിലേക്ക് പുകയില കൊണ്ടുവന്നത്? ഏത് മുഗൾ ചക്രവർത്തിയുടെ കാലത്താണ് പോർച്ചുഗീസുകാർ ഇന്ത്യയിലേക്ക് പുകയില കൊണ്ടുവന്നത്? അക്ബർ. മുഗൾ ചക്രവർത്തിയായിരുന്ന അക്ബറിൻ്റെ കാലത്താണ് പോർച്ചുഗീസുകാർ ഇന്ത്യയിലേക്ക് പുകയില കൊണ്ടുവന്നത്. ഏത് വിഷയത്തിലാണ് വർഗീസ് കുര്യൻ മഗ്സസെ അവാർഡിന് അർഹനായത്? ഏത് വിഷയത്തിലാണ് വർഗീസ് കുര്യൻ മഗ്സസെ അവാർഡിന് അർഹനായത്? സാമൂഹിക നേതൃത്വം, കമ്മ്യൂണിറ്റി ലീഡർഷിപ്പ്. സാമൂഹിക നേതൃത്വ വിഷയത്തിലാണ് വർഗീസ് കുര്യന് മഗ്സസെ അവാർഡ് ലഭിച്ചത്. രാഷ്ട്രപതിയുടെ ശ്രേഷ്ഠ ഭാഷാ പുരസ്കാരം നേടിയ ആദ്യ മലയാളി. രാഷ്ട്രപതിയുടെ ശ്രേഷ്ഠ ഭാഷാ പുരസ്കാരം നേടിയ ആദ്യ മലയാളി VR പ്രബോധചന്ദ്രൻ നായർ. VR പ്രബോധചന്ദ്രൻ നായരാണ് രാഷ്ട്രപതിയുടെ ശ്രേഷ്ഠ ഭാഷാ പുരസ്കാരം നേടിയ ആദ്യ മലയാളി. ബഹിരാകാശത്ത് വെച്ച് സംസാരിച്ച ആദ്യത്തെ റോബോട്ടായ കിറോബോ നിർമ്മിച്ച രാജ്യം. ബഹിരാകാശത്ത് വെച്ച് സംസാരിച്ച ആദ്യത്തെ റോബോട്ടായ കിറാബോ നിർമ്മിച്ച രാജ്യം ജപ്പാൻ. ജപ്പാനാണ് ബഹിരാകാശത്ത് വെച്ച് സംസാരിച്ച ആദ്യത്തെ റോബോട്ടായ കിറോബോ നിർമ്മിച്ച രാജ്യം. ഇലക്ട്രോണുകളുടെ കണ്ടുപിടുത്തത്തിന് JJ തോംസൺ നോബൽ സമ്മാനത്തിന് അർഹമായ വർഷം. ഇലക്ട്രോണുകളുടെ കണ്ടുപിടുത്തത്തിന് JJ തോംസൺ നോബൽ സമ്മാനത്തിന് അർഹനായ വർഷം 1906. 1906 ഇലക്ട്രോണുകൾ കണ്ടുപിടുത്തത്തിന് JJ തോംസന് നോബൽ സമ്മാനം ലഭിക്കുന്നത്. ഹൈഡ്രജൻ ജ്വലിച്ചു തീർന്ന നക്ഷത്രങ്ങൾ മൃതപ്രായമാകുന്ന അവസ്ഥ. ഹൈഡ്രജൻ ജ്വലിച്ചു തീർന്ന് നക്ഷത്രങ്ങൾ മൃതപ്രായമാകുന്ന അവസ്ഥ കറുത്ത കുള്ളൻ. ഹൈഡ്രജൻ ജ്വലിച്ചു തീർന്ന് നക്ഷത്രങ്ങൾ മൃതപ്രായമാകുന്ന അവസ്ഥയെ പറയുന്നതാണ് കറുത്ത കുള്ളൻ. കുടുംബ കോടതി എന്ന ആശയം ഇന്ത്യയിൽ ആദ്യമായി അവതരിപ്പിച്ചത്. കുടുംബ കോടതി എന്ന ആശയം ഇന്ത്യയിൽ ആദ്യമായി അവതരിപ്പിച്ചത് ദുർഗാഭായ് ദേശ്മുഖ്. ദുർഗാഭായ് ദേശ്മുഖാണ് കുടുംബ കോടതി എന്ന ആശയം ഇന്ത്യയിൽ ആദ്യമായി അവതരിപ്പിച്ചത്. കാർബൺ മോണോക്സൈഡ്, ഹൈഡ്രജൻ എന്നിവയുടെ മിശ്രിതം അറിയപ്പെടുന്നത്. കാർബൺ മോണോക്സൈഡ്, ഹൈഡ്രജൻ എന്നിവയുടെ മിശ്രിതം അറിയപ്പെടുന്നത് വാട്ടർ ഗ്യാസ്. വാട്ടർ ഗ്യാസ് എന്നാണ് കാർബൺ മോണോക്സൈഡ്, ഹൈഡ്രജൻ എന്നിവയുടെ മിശ്രിതം അറിയപ്പെടുന്നത്. ഭൂമിയുടെ ഭ്രമണപഥത്തിൽ ആദ്യമായി സ്ഥാപിച്ച ബഹിരാകാശ കേന്ദ്രം. ഭൂമിയുടെ ഭ്രമണപഥത്തിൽ ആദ്യമായി സ്ഥാപിച്ച ബഹിരാകാശ കേന്ദ്രം സെല്യൂട്ട് 1. സെല്യൂട്ട് 1 ആണ് ഭൂമിയുടെ ഭ്രമണപഥത്തിൽ ആദ്യമായി സ്ഥാപിച്ച ബഹിരാകാശ കേന്ദ്രം. ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്ന പ്ലാസ്റ്റിക്. ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്ന പ്ലാസ്റ്റിക് പോളിത്തീൻ. പോളിത്തീനാണ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്ന പ്ലാസ്റ്റിക്. കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ രൂപം കൊണ്ട വർഷം. കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ രൂപം കൊണ്ട വർഷം 1975. 1975 കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ രൂപം കൊണ്ടത്. കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി രൂപം കൊണ്ട വർഷം. കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി രൂപം കൊണ്ട വർഷം 1998. 1998 കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി രൂപം കൊണ്ടത്. റോക്ക് ഫോർട്ട് സിറ്റി എന്നറിയപ്പെടുന്ന ദക്ഷിണേന്ത്യൻ നഗരം. റോക്ക് ഫോർട്ട് സിറ്റി എന്നറിയപ്പെടുന്ന ദക്ഷിണേന്ത്യൻ നഗരം തിരുച്ചിറപ്പള്ളി. തിരുച്ചിറപ്പള്ളിയാണ് റോക്ക് ഫോർട്ട് സിറ്റി എന്നറിയപ്പെടുന്ന ദക്ഷിണേന്ത്യൻ നഗരം. മികച്ച സംവിധാനത്തിന് ദേശീയ ചലച്ചിത്ര അവാർഡ് നേടിയ ആദ്യ വനിത. മികച്ച സംവിധാനത്തിന് ദേശീയ ചലച്ചിത്ര അവാർഡ് നേടിയ ആദ്യ വനിത അപർണ സെൻ. അപർണ സെന്നാണ് മികച്ച സംവിധാനത്തിന് ദേശീയ ചലച്ചിത്ര അവാർഡ് നേടിയ ആദ്യ വനിത. ലോകത്ത് ആദ്യമായി റോബോട്ടിന് പൗരത്വം നൽകിയ രാജ്യം. ലോകത്ത് ആദ്യമായി റോബോട്ടിന് പൗരത്വം നൽകിയ രാജ്യം സൗദി അറേബ്യ. 2017 സൗദി അറേബ്യയാണ് ലോകത്ത് ആദ്യമായി റോബോട്ടിന് പൗരത്വം നൽകിയത്. ലോകത്താദ്യമായി പൗരത്വം ലഭിച്ച റോബോട്ടിൻ്റെ പേര് സോഫിയ. സോഫിയ എന്നതാണ് ലോകത്താദ്യമായി പൗരത്വം ലഭിച്ച റോബോട്ടിൻ്റെ പേര്. ഇന്ത്യൻ റെയിൽവേയുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഗവർണർ ജനറൽ. ഇന്ത്യൻ റെയിൽവേയുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഗവർണർ ജനറൽ ഡൽഹൌസി. ഡൽഹൌസിയാണ് ഇന്ത്യൻ റെയിൽവേയുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഗവർണർ ജനറൽ. റേഡിയോ ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ശാസ്ത്രജ്ഞൻ. റേഡിയോ ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ശാസ്ത്രജ്ഞൻ JC ബോസ്.
JC ബോസാണ് റേഡിയോ ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ശാസ്ത്രജ്ഞൻ. പാറകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന സംവിധാനം. പാറകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന സംവിധാനം റുബീഡിയം കാർബൺ ഡേറ്റിംഗ്. റുബീഡിയം കാർബൺ ഡേറ്റിംഗ് ആണ് പാറകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന സംവിധാനം അറിയപ്പെടുന്നത്. ഡ്രീമിംഗ് ബിഗ് മൈ ജേർണി ടു കണക്ട് ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത്. ഡ്രീമിംഗ് ബിഗ് മൈ ജേർണി ടു കണക്ട് ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് സാം പിട്രോഡ. സാം പിട്രോഡയാണ് ഡ്രീമിംഗ് ബിഗ് മൈ ജേർണി ടു കണക്ട് ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത്. ഇന്ത്യയിൽ തീരപ്രദേശത്തുള്ള ഏറ്റവും വലിയ തടാകം. ഇന്ത്യയിൽ തീരപ്രദേശത്തുള്ള ഏറ്റവും വലിയ തടാകം ചിൽക്ക. ചിൽക്ക തടാകമാണ് ഇന്ത്യയിൽ തീരപ്രദേശത്തുള്ള ഏറ്റവും വലിയ തടാകം. പത്മശ്രീ നേടിയ ആദ്യ കായിക താരം. 1957 പത്മശ്രീ നേടിയ ആദ്യ കായിക താരം ബൽബീർ സിംഗ്. ഹോക്കി താരമായിരുന്ന ബൽബീർ സിംഗ് ആണ് പത്മശ്രീ നേടിയ ആദ്യ കായിക താരം. പത്മശ്രീക്ക് അർഹനായ ആദ്യ അത്ലറ്റ്. 1959 പത്മശ്രീക്ക് അർഹനായ ആദ്യ അത്ലറ്റ് മിൽഖ സിംഗ്. മിൽഖ സിംഗ് ആണ് പത്മശ്രീക്ക് അർഹനായ ആദ്യ അത്ലറ്റ്. ഇന്ത്യൻ സോഷ്യോളജിസ്റ്റ് എന്ന പ്രസിദ്ധീകരണത്തിൻ്റെ സ്ഥാപകൻ. ഇന്ത്യൻ സോഷ്യോളജിസ്റ്റ് എന്ന പ്രസിദ്ധീകരണത്തിൻ്റെ സ്ഥാപകൻ ശ്യാംജി കൃഷ്ണവർമ്മ. ശ്യാംജി കൃഷ്ണവർമ്മയാണ് ഇന്ത്യൻ സോഷ്യോളജിസ്റ്റ് എന്ന പ്രസിദ്ധീകരണത്തിൻ്റെ സ്ഥാപകൻ. കേരളത്തിലെ ആദ്യത്തെ എയ്ഡഡ് സ്കൂളായ സേവാമന്ദിരം സ്ഥാപിക്കപ്പെട്ടത്. കേരളത്തിലെ ആദ്യത്തെ എയ്ഡഡ് സ്കൂളായ സേവാമന്ദിരം സ്ഥാപിക്കപ്പെട്ടത് രാമനാട്ടുകര. രാമനാട്ടുകരയിലാണ് കേരളത്തിലെ ആദ്യത്തെ എയ്ഡഡ് സ്കൂളായ സേവാമന്ദിരം സ്ഥാപിക്കപ്പെട്ടത്. ഡെങ്കിപ്പനിക്ക് കാരണമാകുന്നത് ഏത് വിഭാഗം വൈറസാണ്? ഡെങ്കിപ്പനിക്ക് കാരണമാകുന്നത് ഏത് വിഭാഗം വൈറസ് മൂലമാണ്? ഫ്ലാവി വൈറസ്. ഫ്ലാവി വൈറസാണ് ഡെങ്കിപ്പനിക്ക് കാരണമാകുന്ന വൈറസ്. ഈസ്റ്റിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന ജീവകം. ഈസ്റ്റിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന ജീവകം റൈബോഫ്ലേവിൻ. റൈബോഫ്ലേവിനാണ് ഈസ്റ്റിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന ജീവകം. ജ്ഞാനയോഗം, രാജയോഗം എന്നീ പുസ്തകങ്ങൾ രചിച്ച സാമൂഹിക പരിഷ്കർത്താവ്. ജ്ഞാനയോഗം, രാജയോഗം എന്നീ പുസ്തകങ്ങൾ രചിച്ച സാമൂഹിക പരിഷ്കർത്താവ് സ്വാമി വിവേകാനന്ദൻ. സ്വാമി വിവേകാനന്ദനാണ് ജ്ഞാനയോഗം, രാജയോഗം എന്നീ പുസ്തകങ്ങൾ രചിച്ച സാമൂഹിക പരിഷ്കർത്താവ്. നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന പാമ്പിൻ വിഷം. നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന പാമ്പിൻ വിഷം ന്യൂറോടോക്സിൻ. ന്യൂറോടോക്സിനാണ് നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന പാമ്പിൻ വിഷം. രക്തപര്യന വ്യവസ്ഥയെ ബാധിക്കുന്ന പാമ്പിൻ വിഷം. രക്തപര്യന വ്യവസ്ഥയെ ബാധിക്കുന്ന പാമ്പിൻ വിഷം ഹീമോടോക്സിൻ. ഹീമോടോക്സിനാണ് രക്തപര്യന വ്യവസ്ഥയെ ബാധിക്കുന്ന പാമ്പിൻ വിഷം. തലശ്ശേരി കൂടിയാലോചനകൾ എന്നറിയപ്പെടുന്ന രേഖകൾ ഏത് യൂറോപ്യൻ ശക്തിയുടെ കേരളത്തിലെ പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് വിവരങ്ങൾ നൽകുന്നത്? തലശ്ശേരി കൂടിയാലോചനകൾ എന്നറിയപ്പെടുന്ന രേഖകൾ ഏത് യൂറോപ്യൻ ശക്തിയുടെ കേരളത്തിലെ പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് വിവരങ്ങൾ നൽകുന്നത്? ബ്രിട്ടീഷ്. തലശ്ശേരി കൂടിയാലോചനകൾ എന്നറിയപ്പെടുന്ന രേഖകൾ ബ്രിട്ടീഷ് കേരളത്തിലെ പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് വിവരങ്ങൾ നൽകുന്നത്. ഇന്ത്യൻ തെളിവ് നിയമം നടപ്പിലാക്കിയ സമയത്തെ വൈസ്രോയി. ഇന്ത്യൻ തെളിവ് നിയമം നടപ്പിലാക്കിയ സമയത്തെ വൈസ്രോയി മേയോ പ്രഭു. മേയോ പ്രഭു ആണ് ഇന്ത്യൻ തെളിവ് നിയമം നടപ്പിലാക്കിയ സമയത്തെ വൈസ്രോയി. കേരളത്തിലെ നിത്യഹരിത വനങ്ങളിലൊന്നായ വെറ്റിലച്ചോല ഏത് ജില്ലയിലാണ്? കേരളത്തിലെ നിത്യഹരിത വനങ്ങളിലൊന്നായ വെറ്റിലച്ചോല ഏത് ജില്ലയിലാണ്? പാലക്കാട്. പാലക്കാട് ജില്ലയിലാണ് കേരളത്തിലെ നിത്യഹരിത വനങ്ങളിലൊന്നായ വെറ്റിലച്ചോല സ്ഥിതി ചെയ്യുന്നത്. ഹൃദയത്തിൻ്റെ വലത്തെ അറകൾക്കിടയിലെ വാൽവ്. ഹൃദയത്തിൻ്റെ വലത്തെ അറകൾക്കിടയിലെ വാൽവ് ട്രൈകസ്പിഡ് വാൽവ്. ട്രൈകസ്പിഡ് വാൽവാണ് ഹൃദയത്തിൻ്റെ വലത്തെ അറകൾക്കിടയിലുള്ള വാൽവ്. ബ്രിട്ടൻ്റെ വിഷമാവസ്ഥയാണ് ഇന്ത്യയുടെ അവകാശത്തിനുള്ള ശരിയായ അവസരം എന്ന് ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ വാദിച്ചത് ആരാണ്? ബ്രിട്ടീഷിൻ്റെ വിഷമാവസ്ഥയാണ് ഇന്ത്യയുടെ അവകാശവാദത്തിനുള്ള ശരിയായ അവസരം എന്ന് ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ വാദിച്ചത് ആരാണ്? ആനി ബസന്റ്. ആനി ബസന്റാണ് ബ്രിട്ടൻ്റെ വിഷമാവസ്ഥയാണ് ഇന്ത്യയുടെ അവകാശവാദത്തിനുള്ള ശരിയായ അവസരമെന്ന് ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ വാദിച്ചത്. ലോക കവിതാ ദിനം ആചരിക്കുന്നത് ഏത് സംഘടനയാണ്? ലോക കവിതാ ദിനം ആചരിക്കുന്നത് ഏത് സംഘടനയാണ്? യുനെസ്കോ. യുനെസ്കോയാണ്
ലോക കവിതാ ദിനം ആചരിക്കുന്നത്? ആന്ധ്രാപ്രദേശിനെ തമിഴ്നാടുമായി ബന്ധിപ്പിക്കുന്ന കനാൽ. ആന്ധ്രാപ്രദേശിനെ തമിഴ്നാടുമായി ബന്ധിപ്പിക്കുന്ന കനാൽ ബക്കിംഗ്ഹാം കനാൽ. ബക്കിംഗ്ഹാം കനാലാണ് ആന്ധ്രാപ്രദേശിനെ തമിഴ്നാടുമായി ബന്ധിപ്പിക്കുന്ന കനാൽ. കേരള പരാമർശം ഉൾക്കൊള്ളുന്ന കാളിദാസ കൃതി ഏത്? കേരള പരാമർശം ഉൾക്കൊള്ളുന്ന കാളിദാസ കൃതി രഘുവംശം. രഘുവംശം എന്ന കാളിദാസ കൃതിയിലാണ് കേരള പരാമർശം ഉൾക്കൊള്ളുന്നത്. പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തിൽ ബില്ലുകൾ പാസാക്കാൻ വേണ്ട ഭൂരിപക്ഷം. പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തിൽ ബില്ലുകൾ പാസാക്കാൻ വേണ്ട ഭൂരിപക്ഷം കേവല ഭൂരിപക്ഷം. പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തിൽ ബില്ലുകൾ പാസാക്കാൻ വേണ്ട ഭൂരിപക്ഷം കേവല ഭൂരിപക്ഷം. കേരളത്തിലെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ ഓംബുഡ്സ്മാന്റെ കാലാവധി എത്ര വർഷമാണ്? കേരളത്തിലെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ ഓംബുഡ്സ്മാന്റെ കാലാവധി എത്ര വർഷമാണ്? 3. കേരളത്തിലെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ ഓംബുഡ്സ്മാന്റെ കാലാവധി 3 വർഷമാണ്. കൂടിയാട്ടത്തിൻ്റെ കുലപതി എന്നറിയപ്പെടുന്നത്? കൂടിയാട്ടത്തിൻ്റെ കുലപതി എന്നറിയപ്പെടുന്നത് അമ്മന്നൂർ മാധവ ചാക്യാർ. അമ്മന്നൂർ മാധവ ചാക്യാറാണ് കൂടിയാട്ടത്തിൻ്റെ കുലപതി എന്നറിയപ്പെടുന്നത്. 3 ലാമകളുടെ സംഗമസ്ഥാനം എന്നറിയപ്പെടുന്ന സിക്കിമിലെ സ്ഥലം. 3 ലാമകളുടെ സംഗമസ്ഥാനം എന്നറിയപ്പെടുന്ന സിക്കിമിലെ സ്ഥലം യുക്സാം. യുക്സാമാണ് 3 ലാമകളുടെ സംഗമസ്ഥാനം എന്നറിയപ്പെടുന്ന സിക്കിമിലെ സ്ഥലം. ക്ഷേത്രം പണിത ശില്പിയുടെ പേരിൽ അറിയപ്പെടുന്ന ഇന്ത്യയിലെ ഏക ക്ഷേത്രം. ക്ഷേത്രം പണിത ശില്പിയുടെ പേരിൽ അറിയപ്പെടുന്ന ഇന്ത്യയിലെ ഏക ക്ഷേത്രം രാമപ്പ ക്ഷേത്രം. തെലങ്കാനയിലെ രാമപ്പ ക്ഷേത്രമാണ് ക്ഷേത്രം പണിത ശില്പിയുടെ പേരിൽ അറിയപ്പെടുന്ന ഇന്ത്യയിലെ ഏക ക്ഷേത്രം. ആരുടെ അന്ത്യവിശ്രമ സ്ഥാനത്താണ് സർവ്വരാജ്യ തൊഴിലാളികളെ സംഘടിക്കുവിൻ എന്ന് എഴുതി വച്ചിരിക്കുന്നത്? ആരുടെ അന്ത്യവിശ്രമ സ്ഥലത്താണ് സർവ്വരാജ്യ തൊഴിലാളികളെ സംഘടിക്കുവിൻ എന്ന് എഴുതി വച്ചിരിക്കുന്നത്? കാറൽ മാക്സ്. കാറൽ മാക്സിൻ്റെ അന്ത്യവിശ്രമ സ്ഥാനത്താണ് സർവ്വരാജ്യ തൊഴിലാളികളെ സംഘടിക്കുവിൻ എന്ന് എഴുതി വച്ചിരിക്കുന്നത്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തെ അന്താരാഷ്ട്ര വിമാനത്താവളമാക്കിയ വർഷം. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തെ അന്താരാഷ്ട്ര വിമാനത്താവളമാക്കിയ വർഷം 1999. 1999 നെടുമ്പാശ്ശേരി വിമാനത്താവളത്തെ അന്താരാഷ്ട്ര വിമാനത്താവളമാക്കിയത്. വാട്ടർ ഗ്ലാസിൻ്റെ രാസനാമം. വാട്ടർ ഗ്ലാസിൻ്റെ രാസനാമം സോഡിയം സിലിക്കേറ്റ്. സോഡിയം സിലിക്കേറ്റ് എന്നതാണ് വാട്ടർ ഗ്ലാസിൻ്റെ രാസനാമം. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.